നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLലെ കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയും തമ്മിലുള്ള മത്സരം നാളെയാണ്. കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത്. സാധാരണ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കുമ്പോൾ എതിരാളികൾക്ക് അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവമാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ആർപ്പ് വിളികളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പലപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാറുണ്ട്. കോച്ച് മനോലോ മാർക്കസ് FC ഗോവയുടെ കോച്ചിനത് കൃത്യമായ ധാരണയുമുണ്ട്. കഴിഞ്ഞ സീസണിലെ കാര്യം അദ്ദേഹം ഓർത്തുവെക്കുന്നു. ആരാധക പിന്തുണയിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ വന്ന് കളിക്കുക എന്നുള്ളത് എപ്പോഴും വളരെ നൈസായിട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ ഫുട്ബോൾ കളിക്കണം എന്നാണ് നമ്മൾ കളി തുടങ്ങുമ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ അത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ കേരളത്തിലുണ്ട്. പിന്നെ കഴിഞ്ഞ സീസണിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫസ്റ്റ് ഹാഫാണ് കൊച്ചിയിലുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ്. എനിക്ക് തോന്നിയത് ക്രൗഡ് അവരെ ഗോളടിക്കാൻ വേണ്ടി ഏറെ സഹായിക്കുന്നു എന്നാണ് ഇപ്പോൾ മനോലോ മാർക്കസ് പറഞ്ഞത്. ചുരുക്കത്തിൽ ആരാധകരുടെ ആ ഒരു പുഷിങ് അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചു എന്ന് തന്നെയാണ് മനോലോ മാർക്കസ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. FC ഗോവയ്ക്കെതിരെയും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു വലിയ തുണയായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ തുടർച്ചയായി തോറ്റു വന്നിട്ട് കഴിഞ്ഞ കളി വിജയിക്കാൻ കഴിഞ്ഞു. അതിൽ നിന്നൊരു പോസിറ്റീവ് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത കളി കൂടി വിജയിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ലീഗിൽ മുന്നോട്ട് പോകാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.